we are going to start with the gradients and tangents to the level curves. ഇതിൽ നമ്മൾ പറയുന്നത് ഗ്രേഡിയൻറ്റും ടാൻജൻറ്റും ഒരു ലെവൽ കർവിൻ്റെ ഗ്രേഡിയൻറ്റും ടാൻജൻറ്റും തമ്മിലുള്ള റിലേഷൻ പറയുകയാണ്. നമ്മൾ പറയുക അത് രണ്ടും നോർമലായിരിക്കും, തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഗ്രേഡിയൻറ്റ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ടാൻജൻറ്റ് വെക്റ്റർ ആയിരിക്കും. അതാണ് നമ്മൾ കാണിക്കുന്നത്. If a differentiable function f of xy has a constant value c along a smooth curve r vector equal to g of t I plus h of t j, then f of g of t h of t equal to c. പറഞ്ഞത് എന്താണ്? എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതിൻ്റെ ലെവൽ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് വൈക്ക് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടുന്ന എക്സ് വൈകളുടെ കളക്ഷനാണ് ലെവൽ കർവ് ഓഫ് എഫ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഫസ്റ്റ് ചാപ്റ്റർ കണ്ടതാണ്. ഒരു ഫംഗ്ഷൻ വിത്ത് 2 വേരിയബിൾസിൻ്റെ ലെവൽ കർവ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷന് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടുന്ന എക്സ് വൈകളുടെ കളക്ഷൻ, അതിൻ്റെ ഡൊമൈനിലെ എക്സ് വൈകളുടെ കളക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്, അതിന് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ സി കിട്ടുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ് ഇവിടെ തന്നിരിക്കുന്ന കർവ് ആർ വെക്ടർ ഈക്വൽ ടു ജി ഓഫ് ടി ഐ പ്ലസ് എച്ച് ഓഫ് ടി ജെ. അതായത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഒരു ലെവൽ കർവാണത്. ഈ ലെവൽ കർവിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അതായത് എഫ് ഓഫ് ജി ഓഫ് ടി എച്ച് ഓഫ് ടി ഈക്വൽ ടു സി എന്ന ലെവൽ കർവിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് ജി ഓഫ് ടി എച്ച് ഓഫ് ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് സി. ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി ജി ബൈ ഡി ടി. ജി എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് സെയിം ആണ്. സോ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതിയാലും ഡി ജി ബൈ ഡി ടി എന്ന് എഴുതിയാലും സെയിം ആണ്. പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി ഈക്വൽ ടു 0. അത് ചെയിൻ റൂൾ അപ്ലൈ ചെയ്തു. ഡി ബൈ ഡി ടി ഓഫ് സി എന്ന് പറയുന്നത് 0. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കതിനെ 2 വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറ്റി എഴുതാം. ഫസ്റ്റ് വണ്ണ് ഗ്രേഡിയൻ്റ് എഫ് എഫ്, ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ, നമ്മുടെ ഗ്രേഡിയൻ്റ് എഫ്. ഡോട്ട് ഡി ജി ബൈ ഡി ടി ഐ പ്ലസ് ഡി എച്ച് ബൈ ഡി ടി ജെ എന്ന് പറയുന്നത് എന്താണ്? ആർ വെക്ടർ എന്ന് പറയുന്നത് കർവായിരുന്നു. നമ്മൾ ഒരു സ്മൂത്ത് കർവാണ്, അതാണ് നമ്മുടെ ലെവൽ കർവ്. ലെവൽ കർവിൻ്റെ ഇക്വേഷനാണ് ആർ വെക്ടർ. ഓക്കെ, അപ്പോൾ ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് അതിൻ്റെ ടാൻജൻ്റാണ്. സോ ലെവൽ കർവിൻ്റെ ടാൻജൻറ്റിൻ്റെ വെക്ടറാണ് തന്നിട്ടുള്ളത്, ഡി ജി ബൈ ഡി ടി ഐ പ്ലസ് ഡി എച്ച് ബൈ ഡി ടി ജെ. സോ നമുക്ക് എന്ത് കിട്ടി? ഡെൽ എഫും ഡി ആർ ബൈ ഡി ടിയും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെന്ന് കിട്ടി. സോ 2 വെക്ടർ തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ 2 വെക്ടറും ഓർത്തോഗണലാണ്, അല്ലെങ്കിൽ നോർമലാണ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലറാണ്. ഇതെല്ലാം സെയിം മീനിങ് ആണ്. സോ therefore del f is normal to the tangent vector dr by dt so that it is normal to the curve. ഓക്കെ, ഞാനിവിടെ ഫിഗർ വരച്ചിട്ടുണ്ട്. നോക്കാം, ഇത് ലെവൽ കർവ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്ന് പറയുന്ന ലെവൽ കർവാണ്. അതിൻ്റെ ഒരു ടാൻജൻ്റ് ആണ്. ഓക്കെ, ലെവൽ കർവിനും ടാൻജൻറ്റിനും എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും ഡെൽ എഫ്. മറ്റേ പോയിൻറ്റ് പി നോട്ട് എക്സ് നോട്ട് വൈ നോട്ട്. അപ്പോൾ ഏത് പോയിൻ്റ്, ലെവൽ കർവിലെ ഏത് പോയിൻ്റ് എടുത്താലും അവിടെ അതിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും അവിടുത്തെ ഡെൽ എഫ് അറ്റ് ദാറ്റ് പോയിൻ്റ്. ഓക്കെ, ഇതിപ്പോൾ ഈ പോയിന്റിൽ പി നോട്ട് എക്സ് നോട്ട് വൈ നോട്ടിലെ കാര്യമാണ് പറഞ്ഞത്. ആ പോയിന്റിലെ ടാൻജൻറ്റിനും അതുപോലെ ആ പോയിന്റിലെ ലെവൽ കർവിനും നോർമലായിരിക്കും ദ ഡെൽ അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അറ്റ് എവരി പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ദ ഗ്രേഡിയൻറ്റ് ഓഫ് എഫ് ഈസ് നോർമൽ ടു ദ ലെവൽ കർവ് ത്രൂ എക്സ് നോട്ട് വൈ നോട്ട്. സോ ചുരുക്കി പറഞ്ഞാൽ ഒരു ലെവൽ കർവും അതിലെ ഒരു പോയിന്റിലെ ടാൻജൻറ്റും ആ പോയിന്റിലെ ഗ്രേഡിയൻറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ നമ്മളിനി പറയുന്നത് ഒരു ടാൻജൻറ്റ് ലൈനിൻ്റെ ലെവൽ കർവിന് ഉള്ള ഒരു പോയിന്റിലെ ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാമെന്നാണ്. സോ അത് നെക്സ്റ്റ് നോട്ട് നോക്കാം. ദ ലൈൻ ത്രൂ ദ പോയിന്റ് പി നോട്ട് എക്സ് നോട്ട് വൈ നോട്ട് നോർമൽ ടു എ വെക്ടർ എൻ വെക്ടർ ഈക്വൽ ടു എ ഐ പ്ലസ് ബി ജെ has the equation n dot x minus x naught I plus y minus y naught j equal to 0. അതായത് a ഇൻറ്റു എൻ ക്യാപ്പ് എൻ വെക്ടർ എന്ന് പറയുന്നത് എ ഐ പ്ലസ് ബി ജെ ആണ്. സോ എ ഐ പ്ലസ് ബി ജെ ഡോട്ട്
എക്സ് മൈനസ് എക്സ് നോട്ട് ഐ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ജെ ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു സീറോ. സോ ദ ലൈൻ ത്രൂ ദ പോയിൻറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ആൻഡ് നോർമൽ ടു ദ വെക്ടർ ഈസ് ഹാസ് ദ ഇക്വേഷൻ ദിസ് ഇക്വേഷൻ. ഇത് നോക്കാം, ഇവിടെ n എന്ന് പറഞ്ഞ വെക്ടർ ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ്. സോ ഈ ലൈൻ എന്ന് പറയുന്ന ലൈനിൻ്റെ വെക്ടർ എന്ന് പറയുന്നത് എക്സ് നോട്ട് വൈ നോട്ടും എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ വെക്ടർ ഫോമാണ് എക്സ് മൈനസ് എക്സ് നോട്ട് ഐ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ജെ. സോ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഐ എക്സ് നോട്ട് പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു സീറോ. സോ ഇതേ ഫോമിൽ നമ്മളിപ്പം എന്ത് പറയും, ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇത് ടാൻജൻറ്റ് ലൈനും ഇവിടെ അവിടുത്തെ നോർമൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലെവൽ കർവിലെ ഒരു ടാൻജൻറ്റ് ലൈനിൻ്റെ നോർമൽ എന്ന് പറയുന്നത് അവിടുത്തെ ഡെൽ ആണ്. സോ അപ്പോൾ ഡെൽ എഫും ലൈനിൻ്റെയും ഇക്വേഷൻ, അപ്പോൾ ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, എൻ വെക്ടറായിട്ട് ഡെൽ എഫ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടും. അതാണ് അടുത്ത് പറയുന്നത്. ഇഫ് ദ എൻ വെക്ടർ ഈസ് ദ ഗ്രേഡിയൻറ്റ് ഡെൽ എഫ് at x naught y naught equal to fx at x naught y naught I plus fy at x naught y naught j, then the equation of the tangent line at p naught x naught y naught to the level curve f of xy equal to c, x equal to g of t, y equal to h of t is fx at x naught y naught into x minus x naught plus fy at x naught y naught into y minus y naught equal to 0. അത് നോക്കാം. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു എൻ വെക്ടർ എ ഐ പ്ലസ് ബി ജെ ആണെങ്കിൽ അത് നോർമൽ ടു എ ലൈൻ ആണ് അറ്റ് എ പോയിൻറ്റ് പി നോട്ട് എക്സ് നോട്ട്. ദെൻ ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു സീറോ ആയിരുന്നു. ഇവിടെ എൻ ക്യാപ്പ് എൻ വെക്ടർ എന്ന് പറയുന്ന വെക്ടർ ഇവിടെ ഗ്രേഡിയൻ്റ് എഫ് ആണ് എടുത്തത്. ഗ്രേഡിയൻ്റ് അറ്റ് എ പോയിൻറ്റ് ഈസ് perpendicular to the tangent line at that point of the level curve. So we get a can be replaced by fx and b is replaced by fy at x naught y naught. So the equation of the tangent line is fx at x naught y naught into x minus x naught plus fy at x naught y naught into y minus y naught equal to 0. So example നോക്കാം. Find the equation for the tangent to the ellipse x square by 4 plus y square equal to 2 at the point minus 2, 1. സോ നമുക്കൊരു എലിപ്സ് ആണ് തന്നിട്ടുള്ളത്, അതിൻ്റെ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം അറ്റ് ദ പോയിൻറ്റ് -2, 1. ഓക്കെ, അപ്പം ഈ എലിപ്സിനെ നമുക്ക് എങ്ങനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു ലെവൽ കർവായിട്ട് കൺസിഡർ ചെയ്യാം. ഏത് ഫംഗ്ഷൻ്റെ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഒരു ലെവൽ കർവായിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന എലിപ്സിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയറിനെ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലെവൽ കർവാണ് നമുക്ക് തന്നിട്ടുള്ള എലിപ്സ്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷനാണ് നമ്മുടെ ലെവൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ, ഇതിൻ്റെ ലെവൽ കർവാണ് തന്നിട്ടുള്ള എലിപ്സ്. സോ ഈ എലിപ്സിലെ -2, 1 എന്ന് പറയുന്ന പോയിന്റിലുള്ള ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ് വേണ്ടത്. സോ നമുക്ക് അവിടുത്തെ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കുക, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഗ്രേഡിയൻറ്റ് ഡെൽ എഫ് അറ്റ് -2, 1 ഈക്വൽ ടു എഫ് എക്സ് അറ്റ് -2, 1 ഐ പ്ലസ് എഫ് ഐ അറ്റ് -2, 1 ജെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -i പ്ലസ് 2j. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എഫ് എക്സ് കണ്ടുപിടിച്ചു, -2, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എഫ് ഐ കണ്ടുപിടിച്ചു 2y ആണ്, അതിനകത്ത് -2, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ the del f equal to -i plus 2j. So the equation of the tangent line is given by fx at x naught y naught, fx at -2, 1 into x minus x naught എന്ന് പറയുന്നത് ഇവിടെ -2 ആണ്, x minus -2 plus fy at -2, 1 അതായത് 2 into y minus y naught എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. സോ y minus 1 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് x minus 2y ഈക്വൽ ടു -4. സോ നമ്മൾ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസിൻ്റെ കേസിൽ ഗ്രേഡിയൻ്റ്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, പിന്നെ ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ഒക്കെ കണ്ടു. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾസിൽ ഇതൊക്കെ എങ്ങനെയാണ്.
for a differentiable function f of x, y, z and a unit vector u vector equal to u1 I plus u2 j plus u3 k in space, we have the gradient del f equal to dou f by dou x into I plus dou f by dou y j plus dou f by dou z k and duf the directional derivative of f at in the direction of u vector equal to del f dot u, that is the gradient vector into the direction vector, that is equal to dou f by dou x into u1 plus dou f by dou y into u2 plus dou f by dou z into u3. അതർ ഓർ നമുക്ക് വേറൊരു ഡെഫിനിഷൻ ഉണ്ട്, മോഡ് ഡെൽ എഫ് ഇൻറ്റു മോഡ് യു വെക്റ്റർ കോസ് തീറ്റ, ദാറ്റ് ഈസ് മോഡ് ഡെൽ എഫ് കോസ് തീറ്റ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫ് ഗ്രേഡിയൻറ്റ് കാണുക ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, നമ്മൾ ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസിൻ്റെ കേസിൽ ആ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നപ്പോൾ ഏത് ഡയറക്ഷനാണ്, ഡിക്രീസ് ചെയ്യുന്ന ഏത് ഡയറക്ഷനാണ്, ഫംഗ്ഷന് ചേഞ്ച് ഇല്ലാത്ത ഏത് ഡയറക്ഷനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെയും പറയാം. സോ ദ പ്രോപ്പർട്ടീസ് ലിസ്റ്റഡ് ഏർലിയർ ഫോർ ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് കണ്ടിന്യൂ ടു ഹോൾഡ്, ദാറ്റ് ഈസ് അറ്റ് എനി ഗിവൺ പോയിൻറ്റ് എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ്. അതായത് ഗ്രേഡിയൻറ്റിൻ്റെ ഡയറക്ഷനിലാണ് ഫങ്ഷൻ മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്നത്. അതുപോലെ മൈനസ് ഡെൽ എഫ്, അതായത് ഗ്രേഡിയൻറ്റിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിലാണ് ഫങ്ഷൻ മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുന്നത്. ഇനി ഫങ്ഷന് ചേഞ്ച് ഇല്ലാത്ത എവിടെയാണ്, ഫങ്ഷൻ ഡെൽ എഫിന് ഓർത്തോണലായിട്ടുള്ള ഡയറക്ഷനിലാണ് ഫങ്ഷൻ ഹാസ് നോ ചേഞ്ച് ആൻഡ് ഡെറിവേറ്റീവ് ഈസ് 0 വരുന്നത്. എക്സാമ്പിൾ കാണാം. എ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് അറ്റ് പി നോട്ട് ഓഫ് 1 1 0 in the direction of a vector equal to 2i minus 3j plus 6k, and b in what directions does f change most rapidly at p naught and what are the rates of change in these directions. Okay, അപ്പോൾ സൊല്യൂഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ ആദ്യം കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ ചോദിച്ചേക്കുന്നത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ 2i മൈനസ് 3j പ്ലസ് 6k. സോ വെക്ടർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ആ വെക്ടറിന് നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്തു. സോ നമുക്ക് മാഗ്നിറ്റ്യൂഡ് 7 ആണ്, 7 വെച്ച് ഡിവൈഡ് ചെയ്തു. സോ 2/7i മൈനസ് 3/7j പ്ലസ് 6/7k എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി, ഗ്രേഡിയൻറ്റും ഡയറക്ഷൻ തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. സോ നമ്മൾ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കണം. ഗ്രേഡിയൻറ്റ് അറ്റ് 1 1 0 ഈക്വൽ ടു എഫ് എക്സ് അറ്റ് 1 1 0 i പ്ലസ് എഫ് വൈ അറ്റ് 1 1 0 j പ്ലസ് എഫ് ഇസഡ് അറ്റ് 1 1 0 k. ദാറ്റ് ഈസ് എഫ് എക്സ് എന്ന് പറയുന്നത് 3x² മൈനസ് വൈ സ്ക്വയർ ആണ്. എഫ് ഐ എന്ന് പറയുന്നത് -2xy ആണ്. എഫ് ഇസഡ് എന്ന് പറയുന്നത് -1 ആണ്. സോ അറ്റ് 1 1 0 ഇവാലുവേറ്റ് ചെയ്യുന്നു. We get del f equal to 2i minus 2j minus k. So dot product എടുക്കുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് പി നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ കിട്ടും. ദാറ്റ് ഈസ് 2i minus 2j minus k dot product with 2/7i minus 3/7j plus 6/7k. That is equal to 4/7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് ഫംഗ്ഷൻ്റെ ചേഞ്ച് ഏത് ഡയറക്ഷനിലാണ് ഉണ്ടാകുന്നത്, മോസ്റ്റ് റാപ്പിഡ് ഇൻക്രീസ് ഡിക്രീസ് ഒക്കെ ഉണ്ടാകുന്നത് ഏത് ഡയറക്ഷനിലാണ്, ആ ചേഞ്ചിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിങ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ നമുക്ക് ആദ്യം ഏത് ഡയറക്ഷനാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഫംഗ്ഷൻ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് del f. That is here del f is 2i minus 2j minus k. So the function increases most rapidly in the direction of del f equal to 2i minus 2j minus k and it decreases most rapidly in the direction of minus del f. That is minus del f equal to 2i minus 2i plus 2j plus k. And the rate of change in these directions are ഈ ഡയറക്ഷൻസിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, del f, അതായത്
ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിൽ, അതായത് ഡെൽ എഫിൻ്റെ ഡയറക്ഷനിലെ ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫും ആൻഡ് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് ഗ്രേഡിയൻറ്റിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിലുള്ള, അതായത് ഫംഗ്ഷൻ വാല്യൂ ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷണൽ ഡെറിവേറ്റീവ് മൈനസ് മോഡ് ഡെൽ എഫ് ആണ്. സോ ഡെൽ എഫ് ഈക്വൽ ടു ഡെൽ എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 ആണ്. സോ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉള്ള റേറ്റ് ഓഫ് ചേഞ്ച് 3യും ഡിക്രീസ് ചെയ്യുമ്പോൾ ഉള്ള റേറ്റ് ഓഫ് ചേഞ്ച് -3യും. നൗ ഇക്വേഷൻസ് ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻസ് ആൻഡ് നോർമൽ ലൈൻസ്. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കണ്ടു ലെവൽ കർവിലെ, അതായത് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫംഗ്ഷന് കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടുന്ന കളക്ഷൻ ഓഫ് പോയിൻറ്റ്സിൻ്റെ നമ്മൾ ലെവൽ കർവ് എന്നായിരുന്നു വിളിച്ചത്. സോ ലെവൽ കർവിലെ ഒരു പോയിൻറ്റിലെ ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. ഇവിടെ വരുമ്പോൾ ലെവൽ കർവ് മാറി ലെവൽ സർഫസ് ആണ്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി ആയിട്ടുള്ള എക്സ് വൈ സെഡുകളുടെ കളക്ഷൻ എന്ന് പറയുമ്പോൾ ലെവൽ സർഫസ് ആണ്. അപ്പോൾ ലെവൽ സർഫസിന് ടാൻജൻറ്റ് ലൈന് വരും ഇവിടെ ടാൻജൻറ്റ് പ്ലെയിൻ ആണ്. അപ്പോൾ ടാൻജൻറ്റ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ, അതുപോലെ അവിടുത്തെ നോർമൽ ലൈനിൻ്റെ ഇക്വേഷൻ, ടാൻജൻറ്റ് പ്ലെയിനും നോർമൽ ആയിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ, ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇഫ് r vector equal to g of t I plus h of t j plus k of t k is a smooth curve on the level surface f of x y z equal to c of a differentiable function f, then f of g of t h of t k of t equal to c. Differentiating both sides with respect to t leads to d by dt of f of g of t h of t k of t equal to d by dt of c. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ലെവൽ സർഫസിലെ ഒരു കർവാണ് ആർ വെക്ടർ എന്ന് പറയുന്നത്. സോ നമുക്ക് ആർ വെക്ടർ സർഫസിലുള്ളതായതുകൊണ്ട് എന്താണ്, ആ സർഫസിൻ്റെ ഇക്വേഷനെ അത് സാറ്റിസ്ഫൈ ചെയ്തു. ദാറ്റ് ഈസ് എഫ് ഓഫ് ജി ഓഫ് ടി എച്ച് ഓഫ് ടി കെ ഓഫ് ടി ഈക്വൽ ടു സി ആണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ചെയിൻ റൂൾ അപ്ലൈ ചെയ്തു. ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി ജി ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി കെ ബൈ ഡി ടി ഈക്വൽ ടു 0. അതിനെ നമുക്ക് രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റി എഴുതാം. അതായത് ഒന്ന് ഡെൽ എഫും മറ്റേത് ടാൻജൻറ്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് കെ into dg by dt I plus dh by dt j plus dk by dt k which is equal to 0. That is del f dot dr by dt equal to 0. Therefore, at every point along the curve, del f is orthogonal to the curve's velocity vector. So, r vector എന്ന് പറയുന്നത് ലെവൽ സർഫസിലെ ഒരു കർവായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ ഡെൽ എഫും ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് ആ ലെവൽ സർഫസിലുള്ള ആ കർവിൻ്റെ ആർ വെക്ടർ എന്ന് പറയുന്ന കർവിൻ്റെ വെലോസിറ്റി വെക്ടറാണ്. സോ ആ വെലോസിറ്റി വെക്ടറും ഡെൽ എഫും ഓർത്തോഗണലാണ് കിട്ടി. അത് രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. നെക്സ്റ്റ് ഡെഫിനിഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻ. The tangent plane at a point P0 of x0, y0, z0 on the level surface f of xyz equal to c is the plane through P0 normal to del f at P0. സോ നമ്മൾ ടാൻജൻറ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെവൽ സർഫസിൻ്റെ ടാൻജൻറ്റ് പ്ലെയിൻ അറ്റ് എ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഡെൽ എഫിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിനെയാണ്, ഡെൽ എഫിനോട് നോർമലായിട്ടുള്ള പ്ലെയിനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാൻജൻറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഫിഗർ നോക്കാം. ഫിഗറിൽ നമുക്ക് കാണാം ഇത് ഒരു ലെവൽ സർഫസാണ്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഒരു ലെവൽ സർഫസ്. അതിലെ ഒരു പോയിൻറ്റ് P0. ആ P0ൻ്റെ ഡെൽ എഫ് ആണ് ഇതിന് നോർമലായിട്ട് ഉണ്ട്. ഡെൽ എഫ് എന്ന് പറയുന്ന സർഫസിൻ്റെ നോർമലായിട്ട് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ അതിന് നോർമലായിട്ട് സർഫസിലുള്ള സർഫസിൻ്റെ ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനാണ് ഈ തന്നിരിക്കുന്ന ടാൻജൻറ്റ് പ്ലെയിന്. സോ അത് നോക്കാം, ടാൻജൻറ്റ് പ്ലെയിനും ഡെൽ എഫും തമ്മിൽ 90 ഡിഗ്രിയാണ് ആംഗിൾ. സോ ഇതിനാണ് നമ്മൾ ടാൻജൻറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. അതുപോലെ നോർമൽ ലൈൻ എന്ന് പറയുന്നത്, നോർമൽ ലൈൻ ടു ദ സർഫസ് അറ്റ് ദ പോയിൻറ്റ് P0 എന്ന് പറയുന്നത് ഡെൽ എഫിൻ്റെ ഡയറക്ഷനിൽ, അതായത് ഡെൽ എഫിന് പാരലലായിട്ടുള്ള P0 കൂടെ പാസ് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ നോർമൽ ലൈൻ ഓഫ് ദ സർഫസ് അറ്റ് P0 എന്ന് പറയുന്നത്. ദറ്റ് ഈസ് നോർമൽ ലൈൻ ഓഫ് എ സർഫസ് അറ്റ് ദ പോയിൻറ്റ് P0 ഈസ് ദ
line through P naught and parallel to the del F at P naught. Okay. Next, the equation of the tangent plane and normal line of the surface are, ഇത് നമ്മൾ മുൻപേ കണ്ടതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് പറയാം, ടാൻജൻറ്റ് പ്ലെയിനിൻ്റെ ഇക്വേഷനും അതുപോലെ നോർമൽ ലൈനിൻ്റെ ഇക്വേഷനുമാണ് പറയുന്നത്. ടാൻജൻറ്റ് പ്ലെയിൻ ഹാസ് ദ ഇക്വേഷൻ എഫ് എക്സ് അറ്റ് പി നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ അറ്റ് പി നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് ഇസഡ് അറ്റ് പി നോട്ട് ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0. And the equation of the normal line the equation x equal to x naught plus fx at p naught into t plus comma y equal to y naught plus fy at p naught into t and z equal to z naught plus fz at p naught into t. So these three equations contributes the equation of the normal line of the surface. Okay. ഈ ഒരു പ്രോബ്ലം കാണാം. ഫൈൻഡ് ദ ടാൻജൻറ്റ് പ്ലെയിൻ ആൻഡ് നോർമൽ ലൈൻ ഓഫ് ദ സർഫസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് മൈനസ് 9 ഈക്വൽ ടു 0 അറ്റ് ദ പോയിൻറ്റ് പി നോട്ട് ഓഫ് 1, 2, 4. സൊല്യൂഷൻ given f of xyz equal to x square plus y square plus z minus 9 equal to 0. The tangent plane is the plane through the point p naught 1, 2, 4 and perpendicular to the gradient of f at p naught. The gradient at p naught is given by del f at p naught equal to 2xi plus 2yj plus k at 1, 2, 4. That is 2i plus 4j plus k. So നമുക്ക് കണ്ടുപിടിക്കേണ്ട ടാൻജൻറ്റ് പ്ലെയിൻ്റെ ഇക്വേഷനാണ്. So tangent plane parallel passing through p naught and perpendicular to the gradient vector ആണ് കണ്ടുപിടിക്കുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് എക്സ് അറ്റ് എഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഐ ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0. സോ ഇവിടെ എഫ് എക്സ് അറ്റ് പി നോട്ട് 2 ആണ്. സോ 2 ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് 4 ഇൻറ്റു വൈ മൈനസ് 2 പ്ലസ് 1 into z minus 4 equal to 0. That is 2x plus 4y plus z equal to 40. And tangent plane equation. So അടുത്തത് normal line equation. So normal line normal to the surface at p naught is x equal to x naught plus fx into t ആണ്. So ഇവിടെ x naught 1, x equal to 1 plus 2t, fy equal to 2 plus 4t and z equal to 4 plus t. That is the equation of the line normal to the surface at p naught. Now next an example. The surface is f of x y z equal to x square plus y square minus 2 equal to 0 and g of x y z equal to x plus z minus 4 equal to 0 meet in the ellipse E. Find parametric equations for the line tangent to E at the point 1, 1, 3. സോ ഇവിടെ നമുക്ക് രണ്ട് സർഫസ് തന്നിട്ടുണ്ട്. ഈ രണ്ട് സർഫസ് കൊണ്ടുകൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോർഷനാണ് ഒരു എലിപ്സാണ്. ആ എലിപ്സിനെ നമ്മൾ ഇ എന്ന് വിളിച്ചു. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ എലിപ്സിന് ടാൻജൻ്റ് ആയിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷനാണ്. ദ പാരാമെട്രിക് ഇക്വേഷൻ ഫോർ ദ ലൈൻ ടാൻജൻറ്റ് ടു ഇ അറ്റ് ദ പോയിൻറ്റ് 1, 1, 3. സോ നമുക്ക് ഫിഗർ നോക്കാം. ഹിയർ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0. അതെന്താണ്? അതൊരു സിലിണ്ടറാണ്. സോ നമുക്ക് ഇസഡിൻ്റെ വാല്യൂസ് അവിടെ ഇസഡിൻ്റെ വാല്യൂസ് വേരി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2 എന്ന സർക്കിൾ, ആ സർക്കിൾ ഇങ്ങനെ ഇസഡിൻ്റെ വാല്യൂസ് വേരി ചെയ്യുന്നതനുസരിച്ച് അടുപ്പിച്ചടുപ്പിച്ച് വരയ്ക്കുമ്പോൾ നമുക്കൊരു സിലിണ്ടറാണ് കിട്ടുന്നത്. ആ സിലിണ്ടറും പിന്നെ എക്സ് പ്ലസ് ഇസഡ് മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു പ്ലെയിനാണ്. സോ ആ പ്ലെയിന് ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്ന പ്ലെയിൻ ഇവിടെ ഉണ്ട്. ഇത് സിലിണ്ടർ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0. സോ ഈ രണ്ട് ഈ സിലിണ്ടറും ഈ പ്ലെയിനും തമ്മിലുള്ള ഇൻ്റർസെക്ഷനിൽ നമുക്കൊരു എലിപ്സ് ഫോം ചെയ്യുന്നുണ്ട്. ആ എലിപ്സിനെയാണ് നമ്മൾ ഇ എന്ന് വിളിച്ചത്. പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്താണ് വേണ്ടത്? ഈ എലിപ്സിലെ ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്, 1, 1, 3 എന്ന പോയിൻ്റ് തന്നിട്ടുണ്ട്. സോ ഈ 1, 1, 3 ഈ എലിപ്സിലെ ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് എന്തൊക്കെ വേണം? അതിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിൻ്റെ വെക്ടറും
അതുപോലെ അത് പാസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. നമ്മൾ നോർമൽ ലൈൻ്റെ ഇക്വേഷൻ എഴുതിയപ്പം എഫ് എക്സ് ഇൻറ്റു എഫ് എക്സ് ഡെൽ എഫ് എന്ന് പറയുന്നത് നോർമൽ ലൈനിന് പാരലായിട്ടുള്ള ഒരു ലൈനാണ്, വെക്ടറാണ്. സോ ഡെൽ എഫും പിന്നെ അത് പാസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് അറിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റി? നോർമൽ ലൈൻ്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എഫ് എക്സ് ഇൻറ്റു ടി, വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എഫ് വൈ ഇൻറ്റു ടി, ഇസഡ് ഈക്വൽ ടു ഇസഡ് നോട്ട് പ്ലസ് എഫ് ഇസഡ് ഇൻറ്റു ടി എന്ന് നമ്മൾ എഴുതി. അതേപോലെ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ്. ആ എലിപ്സിൻ്റെ ഒരു ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ് വേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യണം? ആ ടാൻജൻറ്റ് ലൈനിന് പാരലായിട്ടുള്ള ഒരു വെക്ടറും പിന്നെ ആ ടാൻജൻറ്റ് ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്. ടാൻജൻറ്റ് ലൈൻ പാസസ് ത്രൂ ദ പോയിൻ്റ് 1 1 3 ആണ് വേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ ടാൻജൻറ്റ് ലൈന് പാരലായിട്ടുള്ള ഒരു വെക്ടർ വേണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 2 സർഫസുകളാണ്. സോ അതിൻ്റെ രണ്ടിൻ്റെയും ഗ്രേഡിയൻറ്റ് നമുക്കറിയാം. ഡെൽ എഫ് നമുക്ക് കണ്ടുപിടിക്കാം, ഡെൽ ജിയും കണ്ടുപിടിക്കാം. സോ ഡെൽ എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0ക്ക് പെർപെൻഡിക്കുലറാണ്. ഡെൽ ജി എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0ക്ക് പെർപെൻഡിക്കുലറാണ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് ഡെൽ എഫ് ക്രോസ് ഡെൽ ജി എന്ന് പറയുന്നത് എന്താണ്? ഡെൽ എഫിനും ഡെൽ ജിക്കും പെർപെൻഡിക്കുലറാണ്. അത് എന്തിന് പാരലലായിരിക്കും? ടാൻജൻറ്റ് ലൈൻ അറ്റ് 1 1 3ക്ക് പാരലലായിരിക്കും. അതായത് ഇവിടെ നമുക്ക് ഡെൽ എഫ് എന്ന് പറയുന്നത് ആ ടാൻജൻറ്റ് ലൈന് പെർപെൻഡിക്കുലറാണ്, ഡെൽ ജിയും ടാൻജൻറ്റ് ലൈനിന് പെർപെൻഡിക്കുലറാണ്. സോ ഡെൽ എഫ് ക്രോസ് ഡെൽ ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? പാരലൽ ടു ദ ടാൻജൻറ്റ് ലൈനാണ്. സോ നമുക്ക് ഡെൽ എഫ് ക്രോസ് ഡെൽ ജിയും ഒരു പോയിൻറ്റും, അതായത് ഇവിടുത്തെ ഈ ടാൻജൻറ്റ് ലൈൻ പാസ് ചെയ്യുന്ന പോയിൻറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ടാൻജൻറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡെൽ എഫ് ക്രോസ് ഡെൽ ജി കണ്ടുപിടിക്കാം. വായിക്കാം. ദ ടാൻജൻറ്റ് ലൈൻ ഈസ് ഓർത്തോഗണൽ ടു ബോത്ത് ഡെൽ എഫ് ആൻഡ് ഡെൽ ജി അറ്റ് പി നോട്ട് ആൻഡ് therefore parallel to v vector equal to del f cross del g. The components of v vector and coordinates of p naught give us equations for the line. We have del f at 113 is 2i plus 2j and del g at 113 is I plus k. So del f cross del g, v vector equal to del f cross del g equal to I, determinant of I j k 2 2 0 1 0 1, that is 2i minus 2j minus 2k. Thus the equation of the line passing through 113 and parallel to 2i plus minus 2j minus 2k is x equal to x naught plus ഏതാണ് പാരലൽ ലൈൻ അതിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് ഇൻറ്റു ടി, അങ്ങനെയാണ്. സോ x equal to 1 plus 2t, y equal to 1 plus minus 2t, അതായത് y equal to 1 minus 2t and z equal to 3 plus minus 2t. So that is x equal to 1 plus 2t, y equal to 1 minus 2t and z equal to 3 minus 2t. നമ്മൾ ലെവൽ സർഫസിൻ്റെ ടാൻജൻറ്റ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ കണ്ടു. ഇനി നമുക്ക് ഏത് സർഫസ് തന്നാലും നമുക്കതിനെ ഒരു ലെവൽ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ടാൻജൻറ്റ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ എഴുതാം. അതാണ് അടുത്ത് പറയുന്നത്. പ്ലെയിൻ ടാൻജൻറ്റ് ടു എ സർഫസ് ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. സോ ടു ഫൈൻഡ് ആൻ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ടാൻജൻറ്റ് ടു എ സർഫസ് ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ അറ്റ് എ പോയിൻറ്റ് പി നോട്ട് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് where z naught equal to f of x naught y naught. Observe that z equal to f of xy is equivalent to f of xy minus z equal to 0. That is, the surface z equal to f of xy is therefore the zero level surface of the function capital F of xyz equal to f of xy minus z. അതായത് നമുക്കിപ്പോൾ ഒരു സർഫസ് തന്നിട്ടുണ്ട് z equal to f of xy. ഇത് നോക്കുമ്പോൾ ഇതൊരു ലെവൽ സർഫസ് ഒന്നുമല്ല, പക്ഷെ നമുക്കിതിനെ എന്താക്കാം? സീറോ ലെവൽ സർഫസ് ആക്കി മാറ്റാം. ഇത് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സിക്ക് വരെ ഇവിടെ 0, അതായത് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഒരു
എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന ഒരു ഫംഗ്ഷൻ്റെ ലെവൽ സർഫസ് ആയിട്ട് നമുക്കിതിനെ മാറ്റാം. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷനായിട്ട് എഫ് ഓഫ് എക്സ് വൈ മൈനസ് ഇസഡിനെ എഴുതാൽ മതി. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് വൈ മൈനസ് ഇസഡ്. ഈ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. ഈ ഫംഗ്ഷൻ്റെ 0 ലെവൽ സർഫസ് ആണ് നമുക്ക് തന്നിരിക്കുന്ന സർഫസ്. ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. സോ നമുക്ക് ഏത് സർഫസ് തന്നാലും നമുക്കതിനെ ഒരു ലെവൽ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ലെവൽ സർഫസിൻ്റെ ടാൻജൻറ്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അതിനെന്ത് ചെയ്താൽ മതി, ആ ലെവൽ സർഫസിൻ്റെ ഗ്രേഡിയൻറ്റ് വെക്ടറും പിന്നെ പാസ് ചെയ്യുന്ന ഒരു പോയിൻറ്റും തന്നിട്ടുണ്ടായാൽ മതി. സോ ഹിയർ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് വൈ മൈനസ് ഇസഡ് എന്ന് നമ്മൾ ആ ഫംഗ്ഷനെ മാറ്റി എഴുതി. എന്നിട്ട് നമ്മൾ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എഫ് എക്സ് എഫ് ഐ എഫ് ഇസഡ് കണ്ടുപിടിച്ചു. എഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. സോ ദെൻ സ്മോൾ എഫ് എക്സ് തന്നെയാണ് കിട്ടുക. എഫ് ഐ ചെയ്താൽ സ്മോൾ എഫ് ഐ കിട്ടും. ക്യാപിറ്റൽ എഫ് ഇസഡ് എന്ന് പറയുന്നത് ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആണ്, അത് 0 ആയിപ്പോയി. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇസഡ് ആണ്, അത് 0 ആയിപ്പോയി. ഇവിടെ മൈനസ് ഇസഡ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് -1 വന്നു. സോ എഫ് എക്സ് എഫ് ഐ എഫ് ഇസഡ് കിട്ടി. ഇനി പോയിൻറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് ആണെങ്കിൽ കറസ്പോണ്ടിങ് വി ഗെറ്റ് ദ ഫോർമുല എഫ് എക്സ് അറ്റ് പി നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഐ ഇൻറ്റു അറ്റ് പി നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് ഇസഡ് അറ്റ് പി നോട്ട് ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ദ പ്ലെയിൻ ടാൻജൻറ്റ് ടു ദ ലെവൽ സർഫസ് അറ്റ് പി നോട്ട്. ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എഫ് എക്സ് എന്ന് പറയുന്നത് സ്മോൾ എഫ് എക്സ് ആണ്, എഫ് ഐ എന്ന് പറയുന്നത് സ്മോൾ എഫ് ഐ ആണ്, ആൻഡ് എഫ് ഇസഡ് എന്ന് പറയുന്നത് -1 ആണ്. സോ നമുക്ക് അതനുസരിച്ച് മാറ്റി എഴുതുമ്പോൾ ഇങ്ങനെ വരും: എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഐ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് മൈനസ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും ഓർത്ത് വയ്ക്കുക. The plane tangent to the surface z equal to f of xy at the point p naught of x naught y naught z naught which is equal to x naught y naught z naught ന് പകരം f of x naught y naught എന്ന് എഴുതാം. z equal to f of xy ആണ്. സോ z naught equal to f of x naught y naught ആണ്. is given by fx at x naught y naught into x minus x naught plus fy at x minus x naught into y minus y naught minus z naught equal to 0. സോ നമുക്ക് ഏത് സർഫസ് തന്നാലും നമുക്കതിനെ ഒരു ലെവൽ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതിന് ടാൻജൻറ്റ്, അതിൽ ഏത് പോയിൻറ്റിൻ്റെയും ടാൻജൻറ്റ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. സോ നെക്സ്റ്റ് എക്സാമ്പിൾ: ഫൈൻഡ് ദ പ്ലെയിൻ ത്രൂ find the plane tangent to the surface z equal to x cos y minus y e raised to x at 0, 0, 0. The plane tangent to z equal to fxy at p naught x naught y naught z naught is given by fx at x naught y naught into x minus x naught plus fy at x naught y naught into y minus y naught minus z naught equal to 0. സോ നമ്മൾ എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് കണ്ടുപിടിക്കുക. എന്ന് പറയുന്നത് എന്ത് വന്നു? ഈക്വൽ ടു കോസ് 0 മൈനസ് 0 ഈക്വൽ ടു 1 എന്ന് വന്നു. എഫ് ഐ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് ഇവിടെ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് 0, 0 ആണ്. എക്സ് നോട്ട് വൈ നോട്ട് ഇസ് നോട്ട് എന്ന് പറയുന്നത് 0, 0, 0 ആണ്. സോ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് 0, 0 ആണ്. സോ വി ഗെറ്റ് -1, 1 -1 കിട്ടി. സോ ദ റിക്വയർഡ് ഇക്വേഷൻ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ദിസ് ഇക്വേഷൻ വി ഗെറ്റ് 1 into x minus 0 minus 1 into y minus 0 minus z minus 0 equal to 0. That is x minus y minus z equal to 0.